നമസ്കാരം. അർജുൻ ആൻഡ് അസോസിയേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വീടും പ്ലാനും എന്നുള്ള ഈ സെഗ്മെന്റിൽ ഞാൻ 2001 പണിത ഒരു വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള വിശേഷങ്ങളും ആ വീട് പൂർത്തിയായി ഇപ്പോൾ ഇത്രയും വർഷമായല്ലോ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അത് ഞാൻ ഉൾപ്പെടുത്തി വാസ്തുപരമായിട്ട് ആ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നത് മുതൽ അത് കൺസ്ട്രക്ഷൻ ചെയ്തു കൊടുത്ത ഒരു വീടാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീടിൻ്റെ പ്ലാനിന് വേണ്ടി അതിൻ്റെ ഹൗസ് ഓണർ ഇത് എന്നെ വന്ന് സമീപിക്കുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്തെന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏത് സ്ഥലമാണോ വീട് പണിയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ നേരിട്ട് പോയി അത് കണ്ട് അതിൻ്റെ മെഷർമെൻ്റ് എല്ലാം എടുത്ത് അതിനെ നമ്മൾ ശാസ്ത്രവിധി പ്രകാരം എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കൂടെ പരിഗണിച്ചിട്ടാണ് ഒരു പ്ലാൻ വരച്ച് തുടങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു കുറവുംകോണത്ത് 2001 ഞാൻ പ്ലാൻ വരച്ച് പണിത ഒരു വീടാണ്. അപ്പോൾ ഇത്രയും വർഷം അതിനകത്ത് അനുഭവമുണ്ട്. അത്രയും വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ ഈ വീട് ഞാൻ ഈ സ്ഥലം ചെന്ന് കാണുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് അനുഭവപ്പെട്ടത് എന്തെന്ന് വെച്ചാൽ ഇത് ഒരു നിലം നികത്തിയ ഒരു പുരയിടമാണ്, കരത്തറയല്ല. അപ്പോൾ ആ മണ്ണൊക്കെ അടിച്ച് ഫില്ല് ചെയ്ത് ഇട്ടേക്കുന്നതാണ്. പിന്നെ വസ്തു 23 സെൻറ്റാണ് ആ വസ്തു, അതിൻ്റെ ഏരിയ, പ്ലോട്ട് ഏരിയ. അപ്പോൾ 23 സെൻറ്റിൽ അവരുടെ ആവശ്യം അവർക്ക് ഒരു 4 കെട്ട് പണിയണം. ഞാൻ അതിനു മുമ്പ് ചെയ്ത 4 കെട്ട് കണ്ടിട്ട് അവർ വന്ന് താല്പര്യത്തോടു കൂടി എന്നെ വന്ന് കാണുകയും അത് ഞാൻ അവിടെ സ്ഥലം ചെന്ന് പരിശോധിച്ചിട്ട് അവിടെ ഒരു 4 കെട്ട് പണിയണം എന്നുള്ള അവരുടെ ആഗ്രഹപ്രകാരം ആണ് ഈ പ്ലാനിലേക്ക് ഞാൻ ആദ്യം പോയത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഈ 23 സെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ വസ്തുവിനൊക്കെ ഷേപ്പുണ്ട് എങ്കിലും കോമ്പസ് വെച്ച് നോക്കിയപ്പോൾ അതിന് കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിർദ്ദേശിച്ചു, നമുക്കൊരു 4 കെട്ട് നമ്മൾ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണിയണമെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യം ചെയ്യാം, കോമ്പസ് വെച്ച് തന്നെ ഈ വീട് കൃത്യമായ ദർശനത്തോടു കൂടി അല്ലെങ്കിൽ അതിൻ്റെ ആംഗിളോട് കൂടി തന്നെ തെറ്റുകൂടാതെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ ചെയ്യുന്നതായിരിക്കും ശാസ്ത്രവിധി പ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ശരിയായ അനുഭവം നമുക്ക് കിട്ടുന്നത്. ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിക്കാവാതെ ഇരിക്കണം. അല്ലാതെ ആ പ്ലോട്ടിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വീട് വെച്ചാൽ 2 ദോഷങ്ങൾ ഞാൻ കണ്ടു. ഒന്ന്, വേറൊരു വീടിൻ്റെ നേരെയാണ് ഈ പ്ലോട്ട് അതിൻ്റെ ഷേപ്പ് കിടക്കും. അപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ട് ഈ വീടിൻ്റെ ഒരു കാഴ്ചയ്ക്കും ഒരു സുഖമില്ല. അപ്പോൾ രണ്ടാമത് ഞാൻ കോമ്പസ് വെച്ച് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ സെൻട്രൽ ലൈൻ ഇട്ട് അതിൽ നിന്നുകൊണ്ടാണ് പ്ലാന് ഡെവലപ്പ് ചെയ്ത് ഈ വീട് ഞാൻ പൂർത്തിയാക്കിയത്. അപ്പോൾ ഈ പ്ലാന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഇത് ആ പ്ലോട്ടിൻ്റെ ഡയമെൻഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് 23 സെൻറ്റ് കിടക്കുന്നതെന്നും അതിൻ്റെ കോമ്പസ് വെച്ചിട്ടുള്ള ഡയറക്ഷൻ ഞാൻ മാർക്ക് ചെയ്ത് നോർത്ത് ഡയറക്ഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വാസ്തുശാസ്ത്രപരമായിട്ട് ആദ്യത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭൂമി തിരഞ്ഞെടുത്ത് ഒരു വീട് പണിയാനായിട്ട് ഒരുങ്ങുമ്പോൾ ദിശ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കറക്റ്റായിരിക്കും. നമുക്ക് 4 ദിക്കിലേക്കും വീട് പണിയാമെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അതിൽ കിഴക്ക് അഭിമുഖമായിട്ട് പണിയാം, പടിഞ്ഞാറ് അഭിമുഖമായിട്ട് പണിയാം, തെക്കിന് അഭിമുഖമായിട്ട് പണിയാം, വടക്ക് അഭിമുഖമായിട്ട് പണി. ഈ 4 ദിക്കിലേക്കും നമുക്ക് വീടിൻ്റെ ദർശനം കൊണ്ടുവന്ന് അതിനനുസരിച്ച് ചുറ്റളവും കണക്കും ഒക്കെ കൊടുക്കണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ നമ്മളൊരു പറമ്പ് കെട്ടിക്കഴിഞ്ഞാൽ 4 കെട്ടിനാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേക കണക്കുണ്ട്. അല്ലാതെ ഉള്ള സാധാരണ വീടുകൾക്ക് അതിൻ്റേതായ പറഞ്ഞിരിക്കുന്ന ദർശനം അനുസരിച്ചിട്ടുള്ള കണക്കുകളും കൊടുക്കണം. അപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ ഒരു ഇതെന്ന് പറയുന്നത് ഏത് വീട് എങ്ങോട്ടാണ് ദർശനം, അപ്പോൾ ആ ദർശനം അനുസരിച്ചിട്ടുള്ള ചുറ്റളവാണ് ആദ്യം വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. അത് കഴിഞ്ഞിട്ട് മുറികളുടെ കണക്ക് കൊണ്ടുവരുന്നു. പിന്നെ വീടിൻ്റെ സ്ഥാനങ്ങൾ, മുറികളുടെ സ്ഥാനം, ഇതെല്ലാം കൂടെ പൂർണ്ണമായിട്ടും വരുമ്പോഴത്തേക്കാണ് ഉത്തമമായിട്ടുള്ള വാസ്തുശാസ്ത്രപരമായിട്ടുള്ള ഒരു വീട് ആവുന്നത്. അതല്ലാതെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഞാൻ വേറൊന്നുമല്ല പറയുന്നത്, വെറുതെ ഒരു ശാസ്ത്രം കുറച്ച് ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ട് എവിടെയെങ്കിലും ഇരുന്നും കൊണ്ട് കന്നിമൂല്യം തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറെന്നും പറഞ്ഞല്ല ശാസ്ത്രം കാണേണ്ടത്. ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ യാദൃച്ഛ്യമായിട്ടാണ് ഈ മേഖലയിട്ട് വന്നത്. അന്ന് മുതൽ ഈ 20-30 വർഷത്തോളം ഈ വീടുകൾ പണിയുന്നത് എൻ്റെ ഈ ഒരു ജിജ്ഞാസ അല്ലെങ്കിൽ റിസർച്ച് മെൻറ്റാലിറ്റിയാണ് ഇതുവരെ എന്നെ കൊണ്ടെത്തിച്ചത്. അതിൽ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ചെയ്ത
95% വീടുകളും ഐശ്വര്യമുള്ളതും സാമ്പത്തികമായിട്ടും അവർക്ക് മനസ്സമാനമുള്ളതും ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നുള്ള ഇതുവരെയുള്ള അനുഭവം എനിക്ക് വ്യക്തമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പറഞ്ഞാൽ 5% എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല, ചില സ്ഥലങ്ങളിൽ നമുക്കത് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. അത് ചെയ്യുന്ന സമയത്ത് തന്നെ ആ വീട്ടുടമസ്ഥരുടെ ഞാൻ ബോധ്യപ്പെടുത്തും, ഇന്ന കാരണങ്ങളുണ്ട്, നമുക്ക് ഇന്ന രീതിയിൽ ചെയ്യാം എന്ന് ഞാൻ ഒരിടത്ത് പറയാറുണ്ട്. ഈ വീടിൻ്റെ ദർശനം വടക്ക് ഭാഗത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഒരു വീടാണ്. അപ്പോൾ ആ പ്ലാന് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, റോഡിൽ നിന്ന് വരുമ്പോൾ ഒരു ചരിവോടുകൂടി. അപ്പോൾ അത് കറക്റ്റായിട്ട് കോമ്പസ് വെച്ചിട്ട് വടക്ക് ദർശനമായിട്ടാണ് പ്ലാന് തന്നെ ആദ്യമേ തന്നെ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോറ് 2666 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറ് 1942 സ്ക്വയർ ഫീറ്റും, അങ്ങനെ ടോട്ടൽ 4609 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടാണ് ഈ അവിടെ പണിതിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റും അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ ഞാൻ തന്നെ നേരിട്ട് ചെയ്തു കൊടുത്തതാണ്. അതുകൊണ്ട് അത് കുറേ കൂടി വിശദമായിട്ട് നമുക്ക് ഞാൻ ചെയ്ത ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റി വരുമ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ അടക്കം ഞാൻ അത് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ വാസ്തുപരമായിട്ട് ആ പ്ലാനും അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വീടിൻ്റെ പ്രധാന ഗൃഹത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞത് 23 കോൽ 18 അങ്കുലം ദീർഘവും 21 കോൽ 2 അങ്കുലം എന്ന് പറഞ്ഞാൽ 15.18 17.10 അങ്ങനെ വരുന്ന ഒരു ചുറ്റളവെടുത്തിട്ട് 89 കോൽ 16 അങ്കുലം വരുന്ന ഒരു ചുറ്റളവിലാണ് ആദ്യത്തെ പ്രധാന ഗൃഹം നമ്മൾ കണക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൃത്യമായി പറഞ്ഞാൽ 89 കോൽ 16 അങ്കുലം എന്നുള്ളത് അതിൻ്റെ പഞ്ചയോനിയുടെ കണക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അത് പ്രധാന ഗൃഹത്തിൻ്റെ അതിൻ്റെ ദർശനം അനുസരിച്ചിട്ടുള്ള കണക്ക് അടുത്തതിൽ വന്നിട്ടുണ്ട്. പ്രധാന ഗൃഹം 89 കോൽ 16 അങ്കുലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 23 കോൽ 18 അങ്കുലം ദീർഘവും 21 കോൽ 2 അങ്കുലം വിസ്താരവുമായിട്ടുള്ള കണക്കാണ്. അതാണ് 89 കോൽ 16 അങ്കുലം. അത് പഞ്ചയോനിയുടെ കണക്കിലാണ് വന്നിരിക്കുന്നത്. രണ്ടാമത് അതിൻ്റെ ഒരു പൂമുഖം കൂടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പൂമുഖത്തിൻ്റെ കണക്കും കൂടെ നോക്കുമ്പോൾ അത് വരുന്നത് 99 കോൽ 16 അങ്കുലം ചുറ്റളവിലാണ്. ആ 99 കോൽ 16 അങ്കുലം വരുമ്പോൾ അതിൻ്റെ കണക്കെന്ന് പറയുന്നത് സിംഹയോനിയാണ്. അപ്പോൾ വടക്കോട്ട് ദർശനമുള്ള വീട്ടിൻ്റെ കണക്കും കൂടി അവിടെ ക്ലിയർ ചെയ്തിട്ടാണ് ആ വീട് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഈ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം 2 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമും മുകളിൽ അതേപോലെ ബെഡ്റൂമും കൂടെ കൊടുത്തിട്ടാണ് ഇത്രയും ഏരിയ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ അത് ഒരെണ്ണം 390 × 462 സെൻറ്റിമീറ്റർ വരുമ്പോൾ 5 കോൽ 10 അങ്കുലവും 6 കോൽ 10 അങ്കുലവും എന്നുള്ള ചുറ്റളവിൽ വരും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബെഡ്റൂമിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 23 കോൽ 16 അങ്കുലമായിട്ട് ഒരെണ്ണം. രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 342 × 390 എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവും ദീർഘവിസ്താരം പറയുകയാണെങ്കിൽ 4 കോൽ 18 അങ്കുലോ 5 കോൽ 10 അങ്കുലോ. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് നിന്ന് 20 കോൽ 8 അങ്കുലം എന്നുള്ള ചുറ്റളവാണ് ബെഡ്റൂമിൻ്റെ ഉള്ളളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഫസ്റ്റ് ഫ്ലോറിന് 3 ബെഡ്റൂമുണ്ട്. അതും ഇതുപോലെ വാസ്തുപരമായിട്ട് അളവുകൾ കൊടുത്താണ് അതിനകത്ത് പ്ലാൻ ചെയ്ത് അത് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണെങ്കിൽ 10 കോൽ 10 അങ്കുലം 8 കോൽ 10 അങ്കുലം അങ്ങനെ വരുമ്പോൾ അത് 37 കോൽ 16 അങ്കുലം ചുറ്റളവും അതിന് സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 750 × 606 ഒരളവിലേക്കാണ് മെയിൻ ഹാള് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചനാണെങ്കിൽ 21 കോൽ അളവിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം 366 × 390 എന്നുള്ള ഒരു കണക്ക് കൊടുത്ത് കോലിലാണെങ്കിൽ 5 കോൽ 2 അങ്കുലം 5 കോൽ 16 അങ്കുലത്തിലാണ് അത് വന്നിരിക്കുന്നത്. അപ്പോൾ കിച്ചണ് എല്ലാം അളവിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരു പൂജാമുറിയുണ്ട്. അതുകൂടാതെ ഒരു വരാന്തയും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആ വരാന്തയുടെ അളവെന്ന് പറയുന്നത് 168 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 2 കോൽ 8 അങ്കുലം എന്നുള്ളൊരു കണക്കാണ്. പിന്നെ നടുമുറ്റം അതിനകത്ത് കോട്ടയാട് അത് ശരിക്കും പറഞ്ഞാൽ 282 × 306 എന്നുള്ള അളവാണ്. അപ്പോൾ അത് കോലിൽ പറഞ്ഞ് 16 കോൽ 8 അങ്കുലം എന്നുള്ള ധ്വജനീര കണക്കാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നടുമുറ്റം എപ്പോഴും ചെയ്യുമ്പോൾ അത് ധ്വജനയിലോട്ട് വരണം എന്ന ശാസ്ത്രവിധി പ്രകാരം അതും കറക്റ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അതിനും അളവ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ
മൊത്തം മുറികളുടെ കണക്കും ഇതെല്ലാം ക്രമീകരിച്ച് അതിനെ കൃത്യമായ വാസ്തുശാസ്ത്ര പ്രകാരം ആണ് ആ വീട് ഞാൻ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കാണിക്കുന്ന ഈ വീട്ടിൻ്റെ എലിവേഷനാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2001 ഞാൻ ചെയ്ത ഒരു 4 കെട്ട് കേരളീയ ശൈലിയിലുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു 4 കെട്ടാണ്. അതിൻ്റെ പ്ലാനും അതിൻ്റെ അളവുകളുമാണ് ഞാൻ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോൾ നമ്മൾ എന്താണ് വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു ആവശ്യം എന്തുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് തന്നെ ഊഹിക്കാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇത് എപ്പോഴും ഒരു കേരളീയ ശൈലിയിലുള്ള കേരള തനിമയുള്ള ഒരു വീട് പണിയണമെങ്കിൽ അതിൽ ഈ വാസ്തുവിദ്യയുടെ അംശങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതും കൂടെ കണക്കാക്കി ചെയ്താൽ മാത്രമേ നമുക്ക് പഴയ കാലത്തുണ്ടായിരുന്ന തറവാട് വീടുകളായാലും കൊട്ടാരമായാലും പിന്നെ മറ്റ് നിർമ്മിതികളും ഇന്നത്തെ രീതിയിൽ അത് യോജിച്ച് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, പഴയ കാലത്തുള്ള നമ്മൾ 4 കെട്ടും തറവാടും മനകളും അതുപോലുള്ള ഗൃഹനിർമ്മാണത്തിൻ്റെ ഒരു ചേർച്ച അല്ലെങ്കിൽ ഒരു പ്രൊപ്പോഷണാലിറ്റി ഞാൻ ചെയ്ത ഈ വീട്ടിൽ നിങ്ങൾക്ക് അതിനകത്ത് അനുഭവപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അതിൻ്റെ മുഖപ്പായിരുന്നാലും അതിൽ കൊടുത്തിരിക്കുന്ന ചാരുപടിയായാലും കുതിരക്കാലായാലും അതുപോലെ തന്നെ അതിനകത്തൊരു പടിപ്പുരയുണ്ട്. ഇതെല്ലാം ഞാൻ ഇത്രയും വർഷത്തിന് മുമ്പ് കേരളത്തിൽ ആദ്യമായിട്ട് വാസ്തുവിദ്യ അനുസരിച്ചിട്ട് ഒരു സ്ഥാപനം തുടങ്ങി അതിൽ കേരളീയ ശൈലിയിലുള്ള ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു ചലനാത്മകമായിട്ടുള്ള ഒരവസ്ഥ എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവമായിട്ട് തന്നെ കാണുന്നു. ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനും ഇതെല്ലാം ഇനി ഒരു അവസരത്തിൽ ഞാൻ ഇതിൽ തന്നെ വിശദമായിട്ട് ഓരോ വീടിൻ്റെയും അതിൻ്റെ നിർമ്മാണം മുതൽ അതിൻ്റെ ബേസ്മെൻറ്റ് മുതൽ അത് പൂർത്തിയാക്കിയത് വരെയുള്ള കണക്കും പിന്നെ കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിലൊക്കെ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രോത്സാഹനം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതിങ്ങനെയല്ല, ഇതിൻ്റെ വാസ്തുപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ മധ്യസൂത്രം അതിനകത്തുണ്ട്. അത് നടുമുറ്റം എവിടെ വരണം അതൊക്കെ നോക്കണം. നിങ്ങൾ നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു, ഒരു 4 കെട്ട് പണിയുമ്പോൾ അതിൻ്റെ നടുമുറ്റം എവിടെയായിരിക്കണം, അതിൻ്റെ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് ഏത് ചുറ്റളവ് അതിനകത്ത് കൊടുക്കണം. എപ്പോഴും നടുമുറ്റത്തിന് ധ്വജയോനിയുടെ കണക്ക് കൊടുക്കണം, വീടിൻ്റെ ദർശനം അനുസരിച്ചുള്ള കണക്ക് കൊടുക്കണം, മുറികൾക്കെല്ലാം കണക്കുണ്ടാവണം. ഇതെല്ലാത്തിനും നമുക്ക് ഇതിനകത്തുള്ള ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളൊരു വീട് പൂർത്തിയാക്കി അതിൽ താമസിക്കുമ്പോഴാണ് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എനർജി ഇല്ല. പോസിറ്റീവെന്നും നെഗറ്റീവെന്നും അല്ല പറയേണ്ടത്. അതിനകത്ത് ഒരു എനർജി, നമുക്കൊരു ഊർജം കിട്ടുന്നതിന് നമുക്ക് സാധ്യത വരുന്നത് ഇതുപോലുള്ള ഗൃഹനിർമ്മാണ ശൈലി നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ്. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ തീർച്ചയായിട്ടും ഞാനത് സന്തോഷത്തോടെ നിങ്ങളെ പങ്കുവയ്ക്കുന്നു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ 100 കണക്കിന് ഞാൻ ഇതുപോലുള്ള ചെറുതും വലുതുമായിട്ടുള്ള വീടുകൾ പണിതിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഇതുപോലെ പ്രാഥമികമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളും അതിന് വിശദമായിട്ട് നമുക്ക് വാസ്തുവിദ്യയെ കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് സെക്ഷൻ വാസ്തുഭവനം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിലേക്ക് ഇത് നിങ്ങൾക്ക് ആർക്ക് വേണോ ഇതിൻ്റെ സംശയങ്ങളോ ഇതിൻ്റെ കണക്കുകളോ ഇതെല്ലാം നിങ്ങൾക്ക് പറയാം. ഞാൻ ഈ കോലളവ് പറഞ്ഞതൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ കോലിനെ പറ്റി സൂചിപ്പിച്ചത് ഈ അളവുകൾ ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ എന്താണ് കോല്, അത് സെൻറ്റിമീറ്ററിലും മെട്രിക് സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ഇതിൻ്റെ ബാക്കിലോട്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ഇത് നല്ല രീതിയിൽ ഞാൻ ഈ പ്ലാൻ അവതരിപ്പിച്ച് നിങ്ങൾക്ക് പ്രയോജനം വരുന്ന രീതിയിൽ ഈ വാസ്തുവിദ്യയെ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നന്ദി, നമസ്കാരം.